നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ നിരവധി വഴികൾ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുറത്ത് നമുക്ക് വാങ്ങാൻ കഴിയാത്ത, ഒരു മെഡിക്കൽസ് നമുക്ക് വാങ്ങാൻ കഴിയാത്ത, ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് വാങ്ങാൻ കഴിയാത്ത നിരവധി കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും നമ്മെ പഠിപ്പിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പാലിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കഴുകി തുടയ്ക്കപ്പെടും. സലീമായ ഹൃദയത്തിന്റെ ഉടമയായിട്ട് നമുക്ക് മാറാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവസാന സന്ദർഭത്തിലടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, പ്രത്യേകിച്ച് പരിശുദ്ധ റമളാനുമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാനുള്ളത് നമ്മുടെ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നൽ മുഅ്മിൻ ഇദാ അദ്നബ ദംബൻ കാന ലഹു നുഖ്തത്തുൻ സൗദാ ഫീ ഖൽബിഹി. ഒരു മനുഷ്യൻ തന്റെ വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിനാണ് അത് ബാധിക്കുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഞാൻ എന്റെ കൈ കൊണ്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ, മാനസികമായി മനസ്സുകൊണ്ട് ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ നേരെ അത് ചെന്ന് ബാധിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ മറ്റൊരവയവത്തിനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ ഹൃദയം അതോടുകൂടി തന്നെ മാലിന്യമായി തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അനുചരന്മാർക്ക് സ്വാഭാവികമായിട്ടും സംശയമുണ്ടാകും, അതിനെന്താണ് പോംവഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അങ്ങനെ ഒരു മനുഷ്യന്റെ മനസ്സ് മാലിന്യമാകുമ്പോൾ ഫഇൻ താബ വനസഅ വസ്തഅതബ സുഖില ഖൽബുഹു, ഈ മനുഷ്യൻ കരഞ്ഞ കണ്ണോടുകൂടി റബ്ബിന്റെ അടുക്കലേക്ക് അടുക്കാൻ തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന കറകളെ പൂർണ്ണമായിട്ടും കഴുകി തുടക്കി മാറ്റാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ ഇസ്തിഗ്ഫാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇവിടെയാണ് പരിശുദ്ധ റമളാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ സുദൃഢമാക്കാൻ നമുക്ക് കഴിയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുറച്ചുകൂടി മനസ്സ് പാകപ്പെടുന്ന ഒരു സന്ദർഭം എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹുവിനോട് കരഞ്ഞു പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരം ധാരാളം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് പരിശുദ്ധ റമളാൻ. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 പള്ളിയിലെ ഇമാം ദീർഘനേരം സുജൂദിൽ കിടക്കുമ്പോൾ ഞാൻ എന്റെ എല്ലാ സംസാരങ്ങളും പറയാറുണ്ട്, ഒരു നിമിഷം പോലും പാഴാക്കാത്ത രൂപത്തിൽ നമുക്ക് ആ സുജൂദിനെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഇനി അതല്ല, അങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുന്നെങ്കിൽ ആ സുജൂദിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ സുജൂദ് എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലാഹുവുമായിട്ട് ഏറ്റവും അടുത്ത സമയത്തെ നിങ്ങൾ മിസ്സാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ സംസാരം 3-4 സ്ഥലങ്ങളിൽ നടത്തിയപ്പോൾ അവിടെയൊക്കെ തന്നെ ഓരോ വിഷയം പറയുമ്പോഴും ഓരോ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പ്രാർത്ഥന ഞാൻ പറയാൻ കാരണം, ഈ പ്രാർത്ഥനകൾ ചൊല്ലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയം സുജൂദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ അല്ലാഹുവുമായിട്ട് ഏറ്റവും അടുത്ത സമയം സുജൂദാണ്. ഫഅക്സിറൂ ഫീ അദ്ദുആ, അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മൾ സെലക്ട് ചെയ്യാം. ഒരു കാര്യം കൂടി എന്നോട് വിട്ടുപോയി, അത് ഞാൻ ആമുഖമായിട്ട് തന്നെ പറയാൻ. ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ ഒരു നിയ്യത്ത് കൂടി എടുക്കുക. ഇൻഷാ അല്ലാഹ് ഏറ്റവും ചുരുക്കം ഒരു 30 പ്രാർത്ഥനയെങ്കിലും ഈ പരിശുദ്ധ റമളാൻ ഞാൻ പുതുതായിട്ട് പഠിക്കും. 30 പ്രാർത്ഥന. ആ 30 പ്രാർത്ഥന പഠിക്കാൻ ഒരു പണിയുമില്ല. 1-2 സഹോദരിമാർ ഒരിക്കൽ ഞാനത് പറഞ്ഞപ്പോ പ്രാവർത്തികമാക്കി എന്നെ വിളിച്ചു, മൗലവിയെ 10-30 പ്രാർത്ഥനകൾ പഠിക്കാൻ കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട സമയം സുജൂദാണ് മൗലവി എന്ന് പറഞ്ഞ രൂപത്തിൽ സുജൂദ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഈ സുജൂദിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ, സുജൂദ് മാത്രമല്ല ഏതെല്ലാം സന്ദർഭമുണ്ടോ ആ സന്ദർഭത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം അതായിരിക്കും. കുടുംബവുമായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നേരത്തെ സമ്മാനം വാങ്ങിയപ്പോ
കുടുംബക്കാരെ വിളിച്ചപ്പം ആ കുടുംബക്കാർ മുന്നോട്ട് കയറി വന്നു. അതൊരു വലിയ സൗഭാഗ്യമാണ്. ആ കുടുംബത്തിൽപ്പെട്ട ഓരോ ആളുകൾക്കും നമുക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു യൂട്യൂബ് റീകാസ്റ്റ് മീഡിയയിൽ ഞാൻ കുറച്ചൊരു 10, 15, 18 പ്രാർത്ഥനകൾ, ഏറ്റവും പ്രധാനപ്പെട്ട 10-18 പ്രാർത്ഥനകൾ എന്റെ ഒരു ചെറിയ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണാൻ കഴിയും. അതെന്നെ സെലക്ട് ചെയ്ത് നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി. മാത്രവുമല്ല, കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ആ പുസ്തകത്തിൽ വന്നിരിക്കുന്ന പ്രാർത്ഥനകൾ പഠിച്ച് ഒരു 10-30 പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സുജൂദിൽ നമുക്ക് പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഞാൻ 2 പ്രാർത്ഥന പറയാം. അതിൽ ഒന്ന് വളരെ എളുപ്പത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ അർഹമർ റഹീമീൻ. പടച്ചോനെ, വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിരിക്കുന്ന ഒരു അടിമയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിഷ്കപടമായി നിന്നോട് ഖേദിച്ചു മടങ്ങിയാണ്. ഈ പാപങ്ങളെല്ലാം നീ എനിക്ക് പുറത്തു തരണമേ. ആ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ, ആ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ നടത്തുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന ആ കറുത്ത പുള്ളിയില്ലേ, ബ്ലാക്ക് ഡോട്ട്, അതുമെല്ലാം തൗബയിലൂടെ തന്നെ മാഞ്ഞു പോവുകയും അവസാനം നിങ്ങൾ ചെയ്തിരിക്കുന്ന തിന്മകളടക്കം നന്മകളായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വലിയൊരു സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് കരഞ്ഞു പറയണം. ആ പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥന, ഞാൻ അതിന്റെ പരമ്പര ഇന്നലെ നോക്കി. പരമ്പര മാത്രമല്ല നോക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നമസ്കാരങ്ങളുടെ സുജൂദിലടക്കം ഈ പ്രാർത്ഥന നടത്തിയ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നമസ്കാരത്തിന്റെ സുജൂദിൽ ആ പ്രാർത്ഥന നടത്തണമെങ്കിൽ എത്രമാത്രം ഗൗരവം ആ പ്രാർത്ഥന കൊണ്ട്. മാത്രവുമല്ല, വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ ഡെയിലി 100 തവണ പശ്ചാത്തപിക്കാറുണ്ട്. അത്ഭുതപ്പെട്ടു പോയി. ഞാൻ കൂട്ടി നോക്കി, എനിക്ക് ദിവസവും 100 തവണ പശ്ചാത്തപിക്കാൻ കഴിയാറുണ്ടോ? എണ്ണി നോക്കിയപ്പം 100ലേക്ക് എത്താൻ കഴിയുന്നില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം മാത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ 100ലേക്ക് എത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരക്കയും വെള്ളവും എടുത്തിരിക്കുന്ന സന്ദർഭമുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ കുടുംബക്കാരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കറിയാത്ത പ്രാർത്ഥനയാണെങ്കിൽ മക്കളടക്കം കേൾക്കുന്ന രൂപത്തിൽ, ഇണയടക്കം കേൾക്കുന്ന രൂപത്തിൽ ഈ പ്രാർത്ഥന ഉറക്കെ ചെല്ലുക. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിക്കഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. പടച്ചോനെ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന മൈന്യൂട്ടായ ചെറിയ പാപങ്ങൾ, പടച്ചവനെ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന വലിയ പാപങ്ങൾ, അല്ലാഹുവേ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യം ചെയ്ത പാപം, ഞാൻ അവസാനം ചെയ്ത പാപം. അതിന് പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ ചെയ്ത പാപം, വലുതായപ്പോൾ ചെയ്ത പാപം, ഞാൻ രാവിലെ ചെയ്ത പാപം, വൈകുന്നേരം ചെയ്ത പാപം. അവസാനം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്റെയും നിങ്ങളുടെയും ദുർബലത കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന റബ്ബിന്റെ ഒരു പ്രത്യേകമായ തീരുമാനം, പടച്ചവനെ, ആരോരും കാണാത്ത സന്ദർഭത്തിൽ ഞാൻ ജനങ്ങളുടെ കൂടെയാകുമ്പോൾ, ഞാൻ നാട്ടുകാരുടെ കൂടെയാകുമ്പോൾ കാര്യമായ തെറ്റ് ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഒറ്റപ്പെടുന്ന സന്ദർഭത്തിൽ ചെയ്യുന്ന എന്റെ വികാരത്തിനും വിചാരത്തിനും അടിപ്പെട്ട് ഞാൻ ചെയ്യുന്ന പാപങ്ങൾ പുറത്തു തരണമേ. അതോടൊപ്പം തന്നെ പരസ്യമായിട്ട് ഞാൻ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങളും പുറത്തു തരണമേ. എനിക്ക് തോന്നുന്നു ഈ പ്രാർത്ഥനയുടെ ശറഅ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ വല്ലാത്തൊരു തോന്നി. കാരണം അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ പ്രാർത്ഥന നടത്താറുള്ളത് പറയുമ്പോൾ അതിനെത്രമാത്രം ഗൗരവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന പഠിക്കാൻ നിങ്ങൾക്ക് എടുക്കേണ്ട സമയത്തിനാണെന്നറിയോ, ഞാൻ ഒരു ചെറിയ ഓഡിറ്റോറിയം പരിപാടിയിലൊക്കെ പോയപ്പോൾ ഞാൻ അവിടുന്ന് അത് പഠിപ്പിച്ചിട്ടാണ് പോയത്. ഇത് കുറച്ചുകൂടി നമ്മൾ അകലം കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ആ പ്രാർത്ഥനകൾ നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. എന്നിട്ടോ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നോമ്പുകാരൻ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ പാതിരാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുമ്പോൾ ആ സുജൂദിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനും വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞു. ആ എന്തിനാണെന്നറിയാമോ? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ കറുത്ത പുള്ളികളെ, മാലിന്യങ്ങളെ പുറത്തേക്ക് എറിഞ്ഞിട്ട് വേണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച രൂപത്തിൽ സലീമായ ഹൃദയത്തോടുകൂടി
മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തേക്കെറിഞ്ഞ മനസ്സുമായി കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ അതിനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഇസ്തിഗ്ഫാറുകൾ നമ്മൾ വർദ്ധിപ്പിച്ചേ മതിയാവുകയുള്ളൂ. ചില ആളുകൾ സാധാരണ സംസാരമൊക്കെ നടത്തുമ്പോൾ ഖുതുബ നിർവഹിച്ച് തിരിച്ചു പോരുമ്പോ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയച്ചുകൊണ്ട് പറയാറുണ്ട്, മൗലവിയെ 1-2 ഖുതുബകൾ വല്ലാതെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നി. ഞാനൊക്കെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ സഞ്ചരിച്ചു പോയിരിക്കുന്ന മനുഷ്യരാണ്. മൗലവിയെ എനിക്ക് എന്തെങ്കിലും വഴിയുണ്ടോ, രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ അവർക്ക് ഓതിക്കൊടുത്ത ഒരു ആയത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, നോട്ട് ചെയ്യുക. സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ വഹുവൽ ഗഫൂർ റഹീം. എന്ത് മനോഹരമായിരിക്കുന്ന പ്രയോഗമാണ് ഖുർആൻ ഉപയോഗിച്ചത്. സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്ന എന്റെ ആത്മാക്കളെ, സ്വന്തത്തോട് ഇസ്രാഫ് ചെയ്തു പോയിരിക്കുന്ന എന്റെ ആത്മാക്കളെ, റബ്ബിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുത്. എന്തേ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. പടച്ചോൻ എല്ലാ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരും. വഹുവൽ ഗഫൂർ റഹീം, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എന്ത് നല്ല ഒരു ആശയമാണ് നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിങ്ങളെ കയ്യിലേക്ക് ഗ്രന്ഥം തരും. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആർക്കാണെന്ന് അറിയാമോ? മംഗളമുണ്ട്. ഞാൻ ഹദീസ് ഇങ്ങനെ പരിശോധിച്ചപ്പോ മംഗളമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഹദീസുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്താ മംഗളമുണ്ട് എന്നുള്ള ഹദീസ് അറിയോ? തൂബാന. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോ തൂബ എന്ന് പറഞ്ഞ പദം വളരെ കുറച്ചേ ഉപയോഗിച്ചുള്ളൂ. ഒരു സന്ദർഭത്തിൽ ഉപയോഗിച്ചത് എപ്പോഴെന്നറിയോ? ഇസ്ലാഹി പ്രവർത്തനം നടത്തുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടപൊരുത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി സഹോദരന്മാരെ പറ്റി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ, നിങ്ങൾക്ക് മംഗളമുണ്ട്. ഹുമുല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നത്തി. സുന്നത്തിന് വേണ്ടി ജീവിതം മാറ്റിമറിച്ച ആൾക്കാർ, സുന്നത്തിന് വേണ്ടി ജീവിതം നീക്കി വെച്ച ആൾക്കാർ, ബിദ്അത്തിനെതിരെ പടപൊരുതുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ, നിങ്ങൾക്ക് മംഗളമുണ്ട്. മറ്റൊരു സന്ദർഭം ഇവിടെയാണ് പറഞ്ഞത്, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറൻ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാറുമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് മംഗളമുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് 100 തവണ എന്ന് പറയുമ്പോ ഒന്നും അത്ഭുതപ്പെടാനില്ല. കാരണം നമ്മുടെ സുജൂദുകളിൽ, നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോ, നമ്മുടെ കടയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ റബ്ബിനോട് പറയാ, പടച്ചോനെ, എന്റെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന നമ്മുടെ വീടകങ്ങളിൽ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ ആ പ്രാർത്ഥന എഴുതി വെക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനായ ഷാനവാസ് പേരാമ്പരുടെ വീട്ടിൽ പോയപ്പോ അദ്ദേഹം എന്റെ കയ്യിലേക്ക് കുറെ പ്രാർത്ഥനകളുടെ സെറ്റ് തന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാർത്ഥനകളിൽ നമ്മൾ ഇതുകൂടി കോമൺ ആയ പ്രാർത്ഥന ഉൾപ്പെടുത്തണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രാർത്ഥനകളെ, അദ്ദേഹത്തിന്റെ ക്യാൻസർ എന്ന് പറഞ്ഞിരിക്കുന്ന മാരകമായിരിക്കുന്ന ഒരു രോഗം അദ്ദേഹത്തെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിപ്പെട്ട പ്രാർത്ഥനകൾ അദ്ദേഹം നമ്മുടെ അടുക്കളയിൽ വെക്കാൻ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖ മുസ്ലിമീൻ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഇതേ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ അടിച്ചുകൊണ്ട് നമ്മുടെ വീടകങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ അത് ഓർമ്മിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്, പ്രാർത്ഥിക്കാൻ വളരെ എളുപ്പമാണ്. പ്രധാനപ്പെട്ട സമയങ്ങളിൽ നമ്മൾ ആ പ്രാർത്ഥന നടത്താൻ വേണ്ടി ശ്രമിക്കുക. അതുവഴി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളാൻ കഴിയും. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇൻഷാ അല്ലാഹ് അതിന് വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വഴിയേക്കാൾ വലിയ വഴി നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? നിഷ്കപടമായ മനസ്സോടുകൂടി റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. അക്കൂട്ടത്തിൽ ഒരു തുള്ളി കണ്ണുനീർ കൂടി ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ വിജയത്തിന്റെ ഉടമ. ഏത്? എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റുകളുടെ വ്യാപ്തിയെ പറ്റി ആലോചിച്ച് ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് വന്നാൽ നമ്മളെക്കാൾ വലിയ ഭാഗ്യവാൻ ലോകത്ത് വേറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 തുള്ളികളുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളികളാണ് 2. ഒന്ന്, ഒരു പ്രധാനപ്പെട്ട തുള്ളി ഖത്റത്തു ദുമൂഇൻ മിൻ ഖശിയത്തില്ലാ. നാളെ 3 കഷ്ണം തുണിയിൽ റബ്ബെന്നെ തിരിച്ചു വിളിക്കുമ്പോൾ, ആ ഖബറിൽ കൊണ്ടാക്കുമ്പോ ഞാൻ അവിടെ എന്തു മറുപടി പറയുമെന്ന് ആലോചിച്ച് ഒരല്പം പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റിന്റെ വലുപ്പം ആലോചിച്ച് ഒരു തുള്ളി കണ്ണുനീർ ആരെങ്കിലും ഉറ്റിച്ചാൽ അയാൾക്ക്
ലഭിക്കുന്ന സൗഭാഗ്യത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയാള് ദുനിയാവിലെ ഏറ്റവും സൗഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ തുള്ളിയെ പറ്റിയാ പറഞ്ഞത്. മറ്റൊരു തുള്ളി എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോ നമ്മുടെ കാല് തട്ടിയിട്ട് ഒരു തുള്ളി രക്തം നമ്മുടെ കാലിൽ നിന്ന് ഉറ്റി വീണാൽ ആ തുള്ളി ഒരുപാട് ഒരു പാത്രത്തിലേക്കാക്കാൻ മാത്രമുള്ള തുള്ളി ഒന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ പറ്റിയിരിക്കുന്ന ഒരു പരുക്കിൽ നിന്ന് ഒരു തുള്ളി ഉറ്റിയാൽ ആ തുള്ളിയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ തുള്ളിയാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകളുടെ വലുപ്പം ആലോചിച്ച് ഒരു തുള്ളി കണ്ണുനീരുറ്റുക. ഇമാം ഖസാലിയെ പോലുള്ള പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇടക്കൊന്ന് റബ്ബുമായിട്ടൊരു സംഭാഷണം നടത്താൻ ചെറിയ സമയം മാറ്റിവെക്കണം. വഹീൻ യുനാജി റബ്ബഹു, തന്റെ റബ്ബുമായി സംസാരിക്കാൻ ഒരല്പസമയം മാറ്റിവെക്കണം. ഹസനുൽ ബസരി എന്ന് പറഞ്ഞ പ്രഗത്ഭനായ പണ്ഡിതൻ പള്ളിക്ക് മുകളിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ മാറിയിരുന്ന് കരയുന്ന സന്ദർഭത്തിൽ താഴോട്ടൊരു തുള്ളി വെള്ളം താഴെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ ഉറ്റിയപ്പോ താഴെ ഇരിക്കുന്ന മനുഷ്യൻ മുകളിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്, അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഉറ്റിയിരിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കുന്ന വെള്ളമാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ശുദ്ധമായിരിക്കുന്ന വെള്ളമല്ല. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന തെറ്റിനെ പറ്റി ആലോചിച്ചപ്പോൾ വീണിരിക്കുന്ന ഒരു തുള്ളി കണ്ണുനീരാണ്. അതിൽ കറയുണ്ട് എന്നാ പറഞ്ഞത്. സത്യത്തിൽ അവിടെ കറയൊന്നുമില്ല, പക്ഷേ ആലങ്കാരികമായിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും തന്റെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന തിന്മകളെ പറ്റി ആലോചിച്ച് ഒരു തുള്ളി കണ്ണുനീർ വന്നാൽ ലാ യലിജുന്നാർ, അയാൾ നരകത്ത് പോവില്ല. റജുലുൻ, ഒരു മനുഷ്യൻ ബകാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പറ്റി ആലോചിച്ച് ഒരു തുള്ളി കണ്ണുനീർ വന്നു. ഹത്താ യഊദൽ ലബൻ ഫിൽ റഈ, കറന്നെടുത്തിരിക്കുന്ന പാല് അകിടിലേക്ക് പോവൽ എത്രമാത്രം അസംഭവ്യമാണോ അത്രയും അസംഭവ്യമാണത്രേ നമ്മൾ റബ്ബുമായിട്ട് മുനാജാത്ത് നടത്തിയപ്പോ നമ്മുടെ കണ്ണിൽ നിന്ന് വന്നിരിക്കുന്ന കണ്ണുനീർ. പള്ളിയിലേക്ക് ജമാഅത്ത് ഒരു 12:45 ഒരു 12:35 അവിടെ എത്തി സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് റബ്ബുമായിട്ടൊന്നിങ്ങനെ മനസ്സിൽ ഒരു സംവാദം നടത്താൻ നമുക്ക് പറ്റിയാൽ ആ സന്ദർഭത്തെ പറ്റി നബി പറഞ്ഞു, അതൊരു വല്ലാത്ത സന്ദർഭമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമായിട്ടും ആ സമയത്ത് എണ്ണിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരല്പനേരം മാറിയിരുന്നു കൊണ്ടുള്ള ഒരു സംസാരം. നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ, ഒരു ചെറുപ്പക്കാരൻ ദക്കറല്ലാഹ ഖാലിയൻ, മാറിയിരുന്നു, അവൻ റബ്ബിനോട് പറഞ്ഞപ്പോ കുറെ നേരം സംസാരിച്ചപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഉറ്റി വീണു. ആ കണ്ണുനീരാണത്രേ ബ്ലാക്ക് ഡോട്ടിനെ, കറുത്ത പുള്ളിയെ മാറ്റാനുള്ള ഏറ്റവും വലിയ ലിക്വിഡ്. നമ്മുടെ ബാത്റൂമിൽ ഒരു വൈറ്റ് ക്ലോസറ്റിന്റെ അകത്ത് കുറച്ച് കറകൾ കാണുമ്പോ നമ്മൾ ഏതെങ്കിലും ഹാർപ്പിക്കോ മറ്റോ ഉറ്റിച്ച് ഒന്ന് ബ്രഷ് ചെയ്യുമ്പോ നേരത്തെ ഉണ്ടായ അതേ രൂപത്തിലേക്ക് തന്നെ വെട്ടിത്തിളങ്ങി നമുക്ക് കാണാൻ കഴിയും. അതേ രൂപത്തിൽ ആ തുള്ളിയെ പോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങളെ പോക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തുള്ളിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പശ്ചാത്താപത്തിന്റെ, പാപമോചനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു തുള്ളി കണ്ണുനീരാണ്. ഇതൊരു വലിയ കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാം. മാത്രവുമല്ല, ഇതൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. അത്രയും ഞങ്ങൾ വായിച്ചിട്ടൊന്നും എനിക്കറിയില്ല. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്താപമില്ലേ, തൗബയില്ലേ, അതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ്, സംരക്ഷണമാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന ഫിൽ അർളി അമാനാനി, ഈ ലോകത്ത് 2 പ്രൊട്ടക്ഷൻ ഉണ്ട്. 2 പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഫറഫ അഹദുഹുമാ, ഒരു പ്രൊട്ടക്ഷൻ പോയി. ഏതാ പ്രൊട്ടക്ഷൻ അറിയോ? അമ്മൽ മർഫൂ മുഹമ്മദുൻ റസൂലുള്ളാഹ് ഫറസൂലുള്ളാഹ്, ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പ്രൊട്ടക്ഷൻ റസൂലുള്ളയാണ്. എന്തേ റസൂലുള്ളാഹ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന് ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ടാകും അത്രേ. അത് ശരിയാണ്. നബി ജീവിച്ച കാലഘട്ടത്തിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ, സംരക്ഷണം ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. രണ്ടാമത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഒന്ന് ഇവിടെ ബാക്കിയുണ്ട്. ഫഅമ്മൽ ബാക്കി മിൻഹുമാ അൽ ഇസ്തിഗ്ഫാർ,
അതിലെ ബാക്കിയായി കിടക്കുന്ന കാര്യം ഇസ്തിഗ്ഫാറാണ്. എന്ന് പറഞ്ഞാൽ പാപമോചനം നടത്തുന്ന ഒരു മനുഷ്യന് ദുനിയാവിൽ മലക്കുകളെ കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ ഒരു പ്രത്യേകമായ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു. ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചു. എന്താ ആലോചിച്ചതറിയോ? ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് നിങ്ങളും ഞാനും ചെയ്ത തെറ്റുകൾ അള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഭയങ്കര സന്തോഷം. മാത്രവുമല്ല, നമ്മൾ പോയി ബന്ധപ്പെടുന്ന മേഖലകളിൽ നമ്മൾ അകപ്പെടാൻ പോകുന്ന ദുരന്തങ്ങളിൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് അള്ളാഹ് പാപമോചനത്തെ നിർത്തും. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ സൂറത്തു അൻഫാലിലെ 33-ാമത്തെ ആയത്തോതി. ആ ആയത്തോതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു വല്ലാത്ത പ്രൊട്ടക്ഷൻ ആണെന്ന്. എന്താ ആയത്ത് എന്നറിയാമോ? വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. മുഹമ്മദ് നബിയെ, താങ്കൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോ വല്ലാതെ ഞാൻ നിങ്ങളെ പിടികൂടുകയില്ല, നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരും. അടുത്തത് വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ വ്യാപകമാക്കുമ്പോ നിങ്ങളെ വല്ലാതെ അള്ളാഹ് പിടികൂടുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാനും നിങ്ങളും സുജൂദിൽ കടന്നുകൊണ്ട് പടച്ചവനെ എനിക്ക് പാപങ്ങൾ പുറത്തിടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ, കാരക്കയും വെള്ളം പിടിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തുക്കുമ്പോ റബ്ബേ എനിക്ക് പുറത്തിടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ ബന്ധപ്പെടാൻ പോകുന്ന മേഖലകളിൽ ഒരു പ്രത്യേകമായ സംരക്ഷണം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം ലഭിക്കുന്ന ഒരു പുണ്യമാസം കൂടി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നോമ്പ് വന്നിട്ട് ഒരാളുടെ പാപം എന്നാലും പൊറുക്കപ്പെടാതെ പോയാൽ അവനേക്കാൾ വലിയ ദൗർഭാഗ്യവാൻ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുത്തടുത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഈ പരിശുദ്ധ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ റമദാനിൽ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും കുറച്ചുകൂടി മാനസികമായി പാകപ്പെടുന്ന ഒരു സമയം എന്നുള്ള അർത്ഥത്തിൽ ഈ പരിശുദ്ധ റമദാനിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കുറെ സംഗതികൾ സൂചിപ്പിക്കുവാനുണ്ട്. ഞാൻ 2-3 പോയിന്റ് കൂടി ഓടിച്ചു പോകാനുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം. ഒന്ന്, നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എത്ര ആരാധനാകർമ്മം നിർവഹിച്ചാലും, പള്ളിയിൽ 24 അവർ ഇരുന്നാലും, 5ഉം 6ഉം തവണ ഹജ്ജ് കർമ്മം നിർവഹിച്ചാലും, സംഘടനയുടെ ഉന്നത ബോഡിയിൽ നിൽക്കുന്ന ആളാണെങ്കിലും ശരി, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളവരായിട്ട് മാറുന്നത് എന്റെ മാനസികമായിരിക്കുന്ന വിശുദ്ധിക്ക് അനുസരിച്ചാ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് പറഞ്ഞത്, അവിടെ വരുമ്പം രക്ഷപ്പെടുന്ന ആള് സലീമായ ഹൃദയത്തോടുകൂടി അവിടെ വരുന്നവൻ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അതിന് റസൂലിന്റെ ഹദീസും ഞാൻ പറഞ്ഞു. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, അത് നന്നായാൽ ശരീരം നന്നായി, അത് കേടായാൽ ശരീരം മുഴുവനും കേടായി. റസൂൽ പറഞ്ഞു അലാ ഫഹിയൽ ഖൽബ്, അതത്തെ ഹൃദയം. അതിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരാധനാ കർമ്മങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി വെച്ചത് മനുഷ്യന്റെ മനസ്സിന്റെ ശുദ്ധിയുമായി ബന്ധപ്പെട്ട നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജ് ആണെങ്കിലും മനുഷ്യന്റെ മനസ്സിന്റെ ശുദ്ധിയാണ്. അതുകൊണ്ട് ഈ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുക വഴി പരസ്പരമുള്ള ആദരവും ബഹുമാനവും കൊടുക്കാൻ, ആളുകളെ അംഗീകരിക്കാൻ, ആളുകളെ ബഹുമാനിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ആരാധനാ കർമ്മങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സംതൃപ്തി ഉണ്ടാകും. ഈ ചിട്ടപ്പെടുത്തൽ നടത്തോടൊപ്പം തന്നെ അള്ളാഹ് നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് ഇസ്തിഗ്ഫാർ. അത് എത്രമാത്രം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുവോ അത്രയും അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കെടുകി തുടച്ച് മുന്നോട്ട് പോവാൻ കഴിയും. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഇതിലെ രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. 3ഉം 4ഉം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3ാമത്തെ പോയിന്റ്, നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമുണ്ട്. അത് നമ്മുടെ വേദഗ്രന്ഥമായ ഖുർആനാണ്. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധമാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി. നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു ആയത്ത് സൂറത്ത് യൂനുസിലെ 57-ാമത്തെ ആയത്ത്. ഒരു വലിയ മരുന്നിനെ പറ്റി ഖുർആൻ പറഞ്ഞു. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾക്ക് ഒരു ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫി സുദൂർ, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള സകലമാന തിന്മകൾക്കും ശമനമായി കൊണ്ട് ഖുർആൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നു.
വഹുദൻ അത് മാർഗദർശനമാണ്, വറഹ്മതൻ അത് കാരുണ്യമാണ്, ലിൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക്. ഇവിടെ ഉപയോഗിച്ച ഒരു പദമുണ്ട്. മനുഷ്യന്റെ മനസ്സിലുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോംവഴി വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ആത്മബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കറുത്ത പുള്ളി മായാൻ റസൂൽ പറഞ്ഞു ഇസ്തിഗ്ഫാർ നടത്തിക്കോ. അതേ രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആശയ ലോകത്തേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും ഇറങ്ങേണ്ട രൂപത്തിൽ ഇറങ്ങുകയാണെങ്കിൽ വിപ്ലവകരമായിരിക്കുന്ന പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു സംശയവുമില്ല. സകലമായ മാലിന്യങ്ങളും പുറത്തേക്ക് നമുക്ക് തള്ളാൻ കഴിയും. ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നപ്പോൾ ആ പ്രോഗ്രാമിലെ മുഖ്യാതിഥിയായിട്ട് ഒരാൾ കടന്നു വരുന്നുണ്ട്. എനിക്ക് വലിയൊരു പരിചയമൊന്നുമില്ല. ഞാൻ ഈ സുഹൃത്തിനോട്, സംഘാടകരോട് ചോദിച്ചു, ഇദ്ദേഹമാണല്ലോ ഇന്നത്തെ മുഖ്യാതിഥി, എനിക്ക് വലിയൊരു പരിചയമൊന്നുമില്ല, അദ്ദേഹം ആരാണെന്ന് ചോദിച്ചപ്പോൾ സംഘാടകർ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയായിട്ട് വരാനുള്ള കാരണത്തെ പറ്റി പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏതായിരുന്നാലും എന്റെ സംസാരം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിട്ട് അവിടെ തന്നെ ഇരുന്നു. അദ്ദേഹത്തിന്റെ സംസാരം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശുദ്ധ വേദകൃതമായ ഖുർആനുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ വഴിമാറി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റഫി എന്ന് പറഞ്ഞ അനശ്വര ഗായകനായ ഹിന്ദി ഗായകനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകൾ മാത്രം കേൾക്കാം. ഒരുപാട് കിലോമീറ്റർ യാത്ര ചെയ്യാണ്ട് വിദേശത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്, നല്ല ശമ്പളമുള്ള ജോലി. യാത്ര ചെയ്യുമ്പോൾ മുഹമ്മദ് റഫീന്റെ പാട്ടുകൾ മാറ്റി മാറ്റി കേൾക്കാം. ഇത് മാത്രമാണ് ജീവിതം. എത്ര വയസ്സ് വരെ? ഏതാണ്ട് 32 വയസ്സുവരെ. ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ എന്ന് വേണേ പറയാം. റാഫിയുടെ ഗായകൻ ഇഷ്ടപ്പെടുന്ന ആളാ. മുഹമ്മദ് റഫീന്റെ പാട്ടുകൾ മൊത്തം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. യാത്രയിൽ മുഴുവൻ ഇത് മാത്രം കേൾക്കാം. അദ്ദേഹം സംസാരം തുടങ്ങിയതാ. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഞാനിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ മാറ്റുന്നതിന്റെ ഇടയ്ക്ക് വളരെ യാദൃശ്ചികമായി കൊണ്ട് ഒന്നിങ്ങനെ മാറ്റിയപ്പോ എവിടുന്നാണെന്ന് എനിക്കറിയില്ല, റേഡിയോയിൽ നിന്ന് ഒരു മനോഹരമായിരിക്കുന്ന ഖുർആൻ പാരായണം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കയറി വന്നു. ആയത്ത് ഇതാണ്, സൂറത്ത് ഇതാണ്, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അതിനൊക്കെ അർത്ഥവും പറയുന്നുണ്ട്. 13ാമത്തെ ആയത്തെത്തിയപ്പോ ഒരു പ്രത്യേകമായ ഷോക്ക് കിട്ടിയ മാതിരി എനിക്ക് തോന്നി. ഇന്നാ നഹ്നു നുഹീൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അക്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിങ്ങൾ മരിച്ചു ചെല്ലുമ്പോ നിങ്ങളുടെ കയ്യിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുമ്പോ ആ ഗ്രന്ഥത്തിന്റെ അകത്ത് നിങ്ങൾ മുൻകൂട്ടി ചെയ്ത പ്രവർത്തനങ്ങൾ കാണും. അതോടൊപ്പം തന്നെ കണ്ണ് നിറയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? സംഘടനാ പ്രവർത്തകർക്കൊക്കെ വളരെ അഭിമാനം തോന്നേണ്ട ഒരു ഭാഗം, നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ റിസൾട്ട് ആരെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചാലും കിട്ടും. ഞാനിപ്പോ ഇവിടെ 2-3 പ്രാർത്ഥന പറഞ്ഞു. ഇന്നലെ ഒരു സ്ഥലത്ത് ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു, അത് പഠിച്ചു ചൊല്ലി ഒരാൾ വിളിച്ചു, സന്തോഷായി. അവരെത്ര കാലമാണോ പ്രാർത്ഥിക്കുന്നത് അത്രയും കാലം ഞാൻ ഈ ദുനിയാവുന്ന് യാത്ര പോയി കഴിഞ്ഞാലും എന്റെ ഖബറിൽ തണുപ്പ് കിട്ടുന്ന ഒരു കാര്യമാണ് ആസാറ്. 13ാമത്തെ ആയത്ത് കേട്ടപ്പോ ഞാൻ എന്ത് ചെയ്തു? ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കാൻ തുടങ്ങി. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞിങ്ങനെ തോന്നി. 2-3 തവണ ആവർത്തിച്ചു. പാരായണം ആരതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബഹുമാന്യനായിരുന്ന നൗഷാദ് കാക്കവയലിന്റെ മനോഹരമായിരിക്കുന്ന പാരായണം. അദ്ദേഹം അന്ന് തീരുമാനിച്ചു ഖുർആൻ പഠിക്കാൻ. വിശുദ്ധ വേദകൃതമായ ഖുർആനിന്റെ പഠനം തുടങ്ങിയ അദ്ദേഹം വിദേശത്തുള്ള സ്വന്തം കുറെ കാലം പഠിച്ചു. മുഹമ്മദ് റഫി എന്ന് പറഞ്ഞ അനശ്വര ഗായകന്റെ പാട്ടിൽ നിന്ന് അദ്ദേഹം ഒഴിവായി മനോഹരമായിട്ട് ഖുർആൻ ചെയ്യുന്ന മുഹമ്മദ് അഫാസിയെ പോലെയുള്ള, മിഷാരിയെ പോലെയുള്ള പ്രഗത്ഭന്മാരായിരിക്കുന്ന ഖുർആൻ പാരായണ വിദഗ്ധന്മാരുടെ ഖുർആൻ കേൾക്കാൻ തുടങ്ങി. തജ്വീദ് പഠിച്ചു. തജ്വീദിൽ അതിവിദഗ്ധനായി. എന്നോട് പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ നൗഷാദ് കാക്കവയലുമായിട്ട് ഞാൻ ഇപ്പോഴും സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു ഖുർആൻ പാരായണ വിഷയത്തിൽ. അത്ഭുതകരമായിരിക്കുന്ന ഇന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ 100 കണക്കിന് പഠിതാക്കളുണ്ട്. അദ്ദേഹമാണ് മുഖ്യാതിഥി. എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? വിശുദ്ധ ഖുർആനിന്റെ ആഴത്തിലുള്ള ഒരു അന്വേഷണം നിങ്ങൾ അടിവരയിടണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണം മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ ആഴത്തിലുള്ള പഠനവും പാരായണവും ഒരു മനുഷ്യന്റെ ജീവിതത്തിലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കും, വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകും, അത്ഭുതകരമായിരിക്കുന്ന മാറ്റം.